കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓഫീസിലേക്ക് പോകാനായി പുറപ്പെട്ട നിധി ഓഫീസിലേക്ക് പോവാതെ തിരികെ വീട്ടിലേക്ക് തന്നെ വരുന്നത് കണ്ട് നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടത്തി, ഓഫീസിലേക്ക് പോയില്ലേ? എന്നെപ്പോലെ മടി പിടിച്ചോ? ഞാൻ ചിലപ്പോഴൊക്കെ കോളേജിലേക്ക് പോകാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ പകുതി എത്തിയാൽ എനിക്ക് വേണ്ട, പോവണ്ട എന്ന് തോന്നും. തിരികെ വീട്ടിലേക്ക് തന്നെ വരും. അതുപോലെ ഓഫീസിലേക്ക് പോവാതെ മടി പിടിച്ച് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ നിധി ഒന്നും മിണ്ടുന്നില്ല. എന്ത് പറ്റി ഏട്ടത്തി, എന്താ ഒന്നും മിണ്ടാത്ത എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിധി അങ്ങ് കരയുവാണ്. നിധിയുടെ കരച്ചിൽ കേട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാ മോളെ നീ കരയുന്നത്, എന്താ കാര്യം? പറ മോളെ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. പെട്ടെന്നാണ് സുധീഷും അങ്ങോട്ടേക്ക് വന്നത്. നിധിയുടെ കരച്ചിൽ കണ്ട് സുധീഷിന് ഒട്ടും സഹിച്ചില്ല. സുധീഷ് പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിധി കരയുന്നത്? കാര്യം, നീ എന്താ ഓഫീസിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് പറയുന്നുണ്ട്, എന്നെ കളിയാക്കി, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, ആര് കളിയാക്കിയെന്നാ നീ പറയുന്നത്, വ്യക്തമായിട്ട് പറ. കേട്ട് നിധി പറയുന്നുണ്ട്, ആ നീതുവിൻ്റെ ചേട്ടനും അവൻ്റെ ഫ്രണ്ട്സും ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് എന്നെ കളിയാക്കി. 4 ആൺപിള്ളേരുള്ള സ്ഥലത്ത് നീ ഒറ്റ ഒരു പെണ്ണല്ലേ താമസിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി. അത് കേട്ട് ചുറ്റും നിൽക്കുന്നവർ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിധി പൊട്ടി കരയാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടനും സുധീഷിനും ഒക്കെ ദേഷ്യം വരികയാണ്. പെട്ടെന്ന് സുധീഷ് നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്പീഡിൽ അങ്ങ് നടന്നു പോവാണ്. സുഭാഷ് ഏട്ടനും നികേഷും പിറകെ ചെല്ലുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടൻ നികേഷിനോട് പറയുന്നുണ്ട്, എന്തിനാ നികേഷ് നീ വരുന്നത്, നീ ഇവിടെ നിന്നാ മതി. ഇത് കേട്ട് നികേഷിന് ദേഷ്യം വരികയാണ്. എന്താ സുഭാഷ് ഏട്ടൻ നിങ്ങളീ പറയുന്നത്, എപ്പോഴും എന്നെ ഇങ്ങനെ ചെറിയ കുട്ടിയായി കാണല്ലേ, മുതിർന്ന ഒരാളായി എനിക്ക് എല്ലാം അറിയാം. അന്ന് വഴിയിൽ വെച്ച് ഏട്ടത്തിയെ അവനും അവൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ അപമാനിച്ചതാണ്. അതുകണ്ട് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ ഏട്ടത്തി എന്നെ തടഞ്ഞു. നിങ്ങളോട് ആരോടും ഇക്കാര്യം പറയരുതെന്നും പറഞ്ഞു. ഇത് കേട്ട് സുഭാഷ് ഏട്ടനും സുധീഷിനും ദേഷ്യം ഇരട്ടിയാവുകയാണ്. പെട്ടെന്ന് തന്നെ നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷും സുഭാഷ് ഏട്ടനും നികേഷും ഒക്കെ ആ റൗഡികളുടെ അടുത്തെത്തുന്നുണ്ട്. പിന്നീട് ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടായില്ല, നല്ലൊരു അടി തന്നെ അവിടെ നടക്കുകയാണ്. അതിനിടയിൽ ഹരീഷും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർ 4 പേരും ചേർന്ന് നീതുവിൻ്റെ ചേട്ടനെയും ഫ്രണ്ട്സിനെയും അടിച്ചൊരു പരുവമാക്കുന്നുണ്ട്. സുധീഷ് നീതുവിൻ്റെ ചേട്ടൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് നിധിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ നിധിയെ നീ അപമാനിച്ചില്ലേ, സോറി പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് സോറി പറയിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ നിധിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. തനിക്കേറ്റ അപമാനം അവളുടെ മനസ്സിൽ നിന്നും മായുന്നുമില്ല. സുധീഷിനോട് പറയുന്നുണ്ട്, അടിക്ക് അവനെ സുധീഷേ, എനിക്ക് എത്രമാത്രം അപമാനമായെന്ന് എനിക്ക് അറിയാവൂ, ഇവനാണ് എന്നെ കളിയാക്കിയതെന്ന് പറയുന്നുണ്ട്. കേട്ട സുധീഷ് വീണ്ടും അവനെ അടിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞതും അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി നീ എന്താണ് മുൻപ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ എന്നോട് പറയാതിരുന്നത്, നീ അന്നേ പറയണമായിരുന്നു. വീണ്ടും നിനക്ക് ഇങ്ങനൊരു അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. അന്നേ അവൻ്റെ മുഖമടച്ചൊരു അടി കൊടുത്തിരുന്നെങ്കിൽ നിന്നെ ഒന്നും പറയാൻ അവൻ്റെ നാവ് പൊങ്ങത്തില്ലായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് കാര്യമാണ് മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരും ചോദിക്കാനില്ലായിരിക്കും എന്നാണ് അവൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവൻ വീണ്ടും നിന്റെ അടുത്തേക്ക് വന്നതെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഉടനെ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഏട്ടത്തി ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു നികേഷ്, അവൻ എന്നെ അപമാനിച്ചപ്പോൾ. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഓടിയെത്തിയില്ലേ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. സുധീഷിന് ഇതുകൊണ്ടൊന്നും ഒരു സമാധാനവും കിട്ടുന്നില്ല. അവൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി ചുമരിലിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഇത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാ സുധീഷ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതെല്ലാം കഴിഞ്ഞില്ലേ? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വീട്ടുകാരെ പറ്റി ഞങ്ങൾ ഒരു മോശമായ വാക്കുപോലും അവനോട് പറഞ്ഞിട്ടില്ല. അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ വഴിയിൽ വെച്ച് നിന്നെ അപമാനിക്കുകയല്ല വേണ്ടത്.
എന്നാൽ നിധി വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഹരീഷിന് സഹിക്കാൻ കഴിയുന്നില്ല. ഹരീഷ് എഴുന്നേറ്റ് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൈകൂപ്പിക്കൊണ്ട് നിധിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് നിധി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താ ഹരീഷ് നീ പറയുന്നത്? എന്തിനാണ് നീ ക്ഷമ ചോദിക്കുന്നത്? ഉടനെ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടത്തി ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നിധുവിനോട് ഞാൻ സംസാരിക്കുന്നത് അവർക്കാർക്കും ഇഷ്ടമല്ല. അതിനുള്ള പ്രതികാരമാണ് അവർ ഈ ചെയ്യുന്നത്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ ഹരീഷേ നീ എന്താണ് ഈ പറയുന്നത്? നീ നീതുവിനോട് സംസാരിക്കുന്നതിന് അവന് ഈ നിധിയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് ആ റൗഡി പയ്യനെ അറിയില്ല. ഇത് വളർത്തു ദോഷമാണ്, അല്ലാതെ നിന്റെ പ്രശ്നമല്ല. എന്നെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോടാ ഹരീഷേ നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. അവൻ നമ്മളുടെ വീടിനെ പറ്റി എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ അവസ്ഥ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സുഭാഷ് ഏട്ടന് ഒത്തിരി വിഷമമുണ്ട്. സുഭാഷ് ഏട്ടൻ നിധിയോട് പറയുന്നുണ്ട്, മോളെ നീ ക്ഷമിക്കണം. നിൻ്റെ മനസ്സിൽ ഇനി ഇതിനെപ്പറ്റി ഒരു ടെൻഷനും ഉണ്ടാവരുത്. ഞങ്ങൾ മുഖേന നിനക്ക് ഇങ്ങനെ ഒരു വിഷമം തട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നു, നിങ്ങൾ കാരണമല്ല സുഭാഷ് ഏട്ടാ ഇതൊന്നും സംഭവിച്ചത്. അവൻ ഒരു പെൺകുട്ടികളോടും ഇനി മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്. അത്രയ്ക്ക് മോശമായിട്ടാണ് അവൻ എന്നോട് പെരുമാറിയത്. എന്തായാലും നിങ്ങൾ അവൻ്റെ മുഖമടച്ചു കൊടുത്തല്ലോ. ഒരു പെൺകുട്ടിയോടും അവനിങ്ങനെ സംസാരിക്കാൻ ധൈര്യം വരില്ല, അതെനിക്ക് ഉറപ്പാ. പുറത്തൊരു ഓട്ടോയുടെ സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഓട്ടോയിൽ നീതുവിൻ്റെ ചേട്ടനും അമ്മയും അച്ഛനുമാണ്. തൊട്ടുപിറകെ അവിടുത്തെ കൗൺസിലറുമുണ്ട്. സുധീഷും സുഭാഷ് ഏട്ടനും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവനെ അടിച്ച് ഈ പരുവത്തിലാക്കിയതെന്ന് അവിടുത്തെ കൗൺസിലർ ചോദിക്കുകയാണ്. കേട്ടുകൊണ്ടാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ നടക്കുന്നത്? വീടുകളിൽ വെള്ളം കിട്ടാതെ സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് വല്ല പോംവഴിയും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്ക് കൗൺസിലറെ എന്ന് ഭാസ്കരൻ പറയുവാണ്. ഇവർ എൻ്റെ ഏരിയയിലുള്ള ആളുകളാണ്, അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ചോദിക്കാൻ ഞാനുണ്ടെന്ന് കൗൺസിലർ പറയുന്നു. എൻ്റെ വീടിന് മുന്നിൽ നിന്ന് ബഹളമുണ്ടാക്കാതെ പോ കൗൺസിലറെ എന്ന് പറയുമ്പോൾ നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, എത്ര മോശമായിട്ടാണ് ഒരു കൗൺസിലറോട് പോലും ഇയാൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വെറുതെയല്ല, നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ എത്തും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. എൻ്റെ മകൻ പാവമാണ്, അവനെ എമ്മാതിരി അടിയാണ് അടിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ എന്ന് പറയുവാണ്. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. ഓഹോ നിങ്ങളുടെ മകൻ പാവം, അവനൊന്നും ചെയ്തില്ല അല്ലേ? എൻ്റെ ഭാര്യയെ അപമാനിച്ചാൽ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കണോ? അവൻ ജീവനോടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷിക്കുക. ഇത് കേട്ട് കൗൺസിലർ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിവിടെ ഉണ്ടായിട്ടും നിങ്ങൾ ഇത്ര മര്യാദയില്ലാതെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉടനെ തന്നെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, സാർ മര്യാദയില്ലാതെ സംസാരിക്കുന്നതല്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു പോലീസ് വണ്ടി എങ്ങോട്ടേക്ക് വരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്. പോലീസുകാർ അവരുടെ അടുത്തേക്ക് വരുവാണ്. എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ കൗൺസിലർ പറയുന്നുണ്ട്, സാറേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആകെ മര്യാദയില്ലാത്തവരാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവരെത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? ഇവനെ അടിക്കും കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ജയിലിൽ കിടന്നാലേ പഠിക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നതെന്ന് കൗൺസിലർ പറയുന്നുണ്ട്. എന്നാൽ പോലീസിനെ കണ്ടതും പെട്ടെന്ന് നിധി അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നികേഷ് തടയുന്നുണ്ട്. വേണ്ട ഏട്ടത്തി അങ്ങോട്ടേക്ക് പോണ്ട, ഏട്ടന്മാരുണ്ടല്ലോ അവിടെ, അവർ സംസാരിക്കട്ടെ. പോലീസ് നമ്മുടെ സുഭാഷ് ഏട്ടനെയും സുധീഷിനെയൊക്കെ കണ്ടിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? എത്ര തവണയാണ് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരുന്നത്? കേട്ട് നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഇത്ര ക്ഷമയോടെ ഇവരോട് സംസാരിക്കുന്നത്? കണ്ടില്ലേ എൻ്റെ മകൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എത്രമാത്രം അടിച്ചവർ മുറിയാക്കിയിരിക്കുന്നു. മിണ്ടാതിരിക്കെ, ഞങ്ങൾ അവരോട് സംസാരിക്കുകയല്ലേ എന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സമയം നീതു വളരെ ടെൻഷനോടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. അവൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഹരീഷ് എന്താ ഫോൺ അടിച്ചിട്ട് എടുക്കാത്തത്? ഞാൻ എത്ര നേരമായി അവനെ വിളിക്കുന്നെന്നറിയാമോ? അവൻ എൻ്റെ ചേട്ടനെ അടിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ മുഖത്തും കയ്യിലും എല്ലാം മുറിവാണ്. അത് കേട്ട് സഹിക്കാനാവാതെ അച്ഛനും അമ്മയും അവനെയും കൊണ്ട് കൗൺസിലറെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല.
അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല നീതു, നീ അഭിനയിക്കുകയാണോ അതോ പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടാണോ നീ എന്നോട് ചോദിക്കുന്നത്? ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, എന്താണ് സംഭവിച്ചത്? ഹരീഷ് ഇവിടെ നിന്നും ഏട്ടത്തിയെ ആരോ അപമാനിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടല്ലേ ഓടിപ്പോയത്. എന്താ പ്രശ്നമാ, സോൾവ് ആയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവൻ പറയുന്നുണ്ട്, നീതു, അവൻ്റെ ഏട്ടത്തിയെ അപമാനിച്ചു എന്ന് പറയുന്നത് നിന്റെ ചേട്ടനും ഫ്രണ്ട്സുമാണ്. അവരെത്ര മോശമായിട്ടാണ് ഏട്ടത്തിയോട് സംസാരിച്ചതെന്ന് നിനക്കറിയാമോ? ഞാൻ കണ്ടതാണ്. ഒരു പെൺകുട്ടിക്കും ആ അപമാനം സഹിക്കാൻ കഴിയില്ല. 5 ആൺപിള്ളേരൊപ്പം താമസിക്കുന്ന ഒരു പെണ്ണല്ലേ നീ എന്നാണ് അവളോട് ചോദിച്ചത്. ഇത് കേട്ടതും നീതുവിന് വളരെ ദേഷ്യം തോന്നുവാണ്. എനിക്ക് തന്നെ എൻ്റെ ചേട്ടനെ കുറിച്ച് ലജ്ജ തോന്നുന്നു എന്ന് പറയുവാണ് നീതു. ഇതേസമയം സുധീഷ് പോലീസുകാരനോട് പറയുന്നുണ്ട്, സാർ, ഞാൻ ഇവനെ വെറുതെ ഒന്നുമല്ല അടിച്ചത്. അവൻ എൻ്റെ ഭാര്യയോട് വഴിയിൽ വെച്ച് മര്യാദയില്ലാതെ പെരുമാറി. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവനെ അടിച്ചത്. ഇത് കേട്ട് നീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട്, സാറേ, ഇവൻ പറയുന്നതെല്ലാം കള്ളമാണ്. ഈ നിൽക്കുന്നത് ഇവൻ്റെ അനിയനാണ്. ഇവൻ എൻ്റെ മകളെ, അതായത് ഇവൻ്റെ പെങ്ങളെ അവളുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുവാണ്. അത് ചോദ്യം ചെയ്തതിനാണ് ഇവരെല്ലാവരും കൂടെ എൻ്റെ മോനെ അടിച്ചത്. കേട്ട് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് പോവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ നികേഷ് സമ്മതിക്കുന്നില്ല. വേണ്ട ഏട്ടത്തി, അവർ സംസാരിക്കുകയല്ലേ. അത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇല്ലാത്തതല്ലേ അവരവിടെ വിളിച്ച് പറയുന്നത്. ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പോയി തുറന്നു പറയാം, പോലീസുകാർക്ക് അത് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോണ്ട, അവർ സംസാരിക്കട്ടെ. എന്നാൽ ഇവിടുത്തെ ബഹളം കേട്ട് നാട്ടുകാരെല്ലാം അവിടെ ചുറ്റും കൂടുകയാണ്. നാട്ടുകാരെല്ലാവരും അവരെ പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ കൊലയാളിയും മക്കൾ റൗഡികളുമാണ്. അച്ഛൻ കുടിച്ച് ഏത് നേരവും പ്രശ്നമുണ്ടാക്കും. മക്കളാണെങ്കിൽ അടിപിടി തന്നെ, എപ്പോഴും പോലീസ് കേസാണ്. ഇവരെയും കൊണ്ട് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇങ്ങനെയൊരു കുടുംബം ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടാണ് എന്നൊക്കെ പറയുകയാണ്. എന്നാൽ നിധിക്ക് സുഭാഷേട്ടനെയും കുടുംബത്തെയും കുറ്റം പറയുന്നത് അധിക നേരം കേട്ടു നിൽക്കാൻ പറ്റിയില്ല. നിധി പെട്ടെന്ന് അകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോളെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അകത്തേക്ക് കയറിപ്പോ. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടാ, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നം ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് പരിഹരിച്ചോളാം. സുഭാഷേട്ടൻ ഒന്ന് ക്ഷമിക്കണം. വളരെ ധൈര്യത്തോടെ തന്നെ പോലീസുകാരനോട് പറയുന്നുണ്ട്, സാർ, ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, ഇവൻ എന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. പിന്നീട് ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിധി വിശദീകരിച്ചു കൊടുക്കുകയാണ് പോലീസുകാർക്ക്. പിന്നീട് പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന സുധീഷിൻ്റെ വൈഫാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ചേട്ടനും അനിയന്മാരും അച്ഛനും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവരെയും എന്നെയും ചേർത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. എങ്ങനെയാണ് സാർ ഞാൻ ഇതെല്ലാം കേട്ട് ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇതിന് മുൻപും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഇത്തവണ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടി ഇവരെല്ലാവരും ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നു. പെൺകുട്ടിയെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചാൽ വീട്ടിലുള്ളവർക്ക് ദേഷ്യം വരില്ലേ സാർ? നിശ്ചയമായിട്ടും കോപം വരുമെന്ന് പിറകിൽ നിന്നും ആരോ വിളിച്ച് പറയാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അത് നമ്മുടെ നീതുവാണ്. നീതു പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇത് കണ്ട് അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീതു നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, സർ, ഇവരുടെ മേൽ ഒരു തെറ്റുമില്ല, ശരി മാത്രമേ ഉള്ളൂ. ഈ വീട്ടുകാരുണ്ടല്ലോ, അത്രയും നല്ലവരാണ്. ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സർ. എന്നിട്ട് പോലീസുകാരൻ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവരുടെ മകളാണ്. ഇവരെന്ത് പറഞ്ഞ് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്താലും അതെല്ലാം നുണയാണ്, ഒന്നും തന്നെ സത്യമല്ല എന്ന് നീതു പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സുധീഷിനും ഹരീഷിനും സുഭാഷിനും ഒക്കെ വളരെ സന്തോഷമാവുകയാണ്. പോലീസുകാരൻ നീതുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, കുട്ടിയെ ഇവരാരോ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, ഇല്ല സർ, എന്നെ ആരും ശല്യം ചെയ്യുന്നില്ല. ഈ നിൽക്കുന്ന ഹരീഷിനെ എനിക്ക് ഇഷ്ടമാണ്. അതിനെ എതിർത്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് തരുന്നത്. ആർക്കും ഹരീഷിനെ ഇഷ്ടമല്ല, ഈ കുടുംബത്തെയും ഇഷ്ടമല്ല. അതിനുള്ള ദേഷ്യമാണ് ഈ കാണിക്കുന്നതെല്ലാം. ഹരീഷിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വളരെ നല്ല മനുഷ്യരാണ്. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നീതു പറയുമ്പോൾ ഹരീഷിന് ഒരുപാട് അഭിമാനം തോന്നുകയാണ് നീതുവിനെ കുറിച്ച്.
ഇത് കേട്ട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ നാട്ടുകാരെല്ലാവരും ഈ കുടുംബത്തിന് എതിരാണ്, നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, സർ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരെന്നെ കളിയാക്കി, അതിനെ ഇവർ ചോദ്യം ചെയ്തു, അത്രയുള്ളൂ. പിന്നീട് നീതു പറയുന്നുണ്ട്, സർ എന്നെക്കൊണ്ട് ഇതാരും പറയിച്ചതല്ല, ഞാൻ സ്വയം വന്ന് പറയുന്നത് തന്നെയാണ്. എന്നെ ശല്യം ചെയ്യുന്നതും എന്നെ ഉപദ്രവിക്കുന്നതും എല്ലാം എൻ്റെ അമ്മയും ചേട്ടനുമാണ്. ഒരു പെൺകുട്ടിയോട് ഇത്രയ്ക്ക് മര്യാദയില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്ത ആർക്കായാലും ദേഷ്യം വരില്ലേ സർ? ഇവന് നല്ല അടി കൊള്ളണം, ഒരു 4 അടി കൂടി കൊടുക്കണം ഇവനക്ക്. എന്നാൽ ഭാസ്കരൻ്റെ ചേട്ടനും പെങ്ങളും ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്. ജനങ്ങളൊക്കെ അവരെ കുറ്റം പറയുമ്പോൾ അവരും പറയുന്നുണ്ട്. ചേട്ടൻ പെങ്ങളുടെ ഒരു സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, ദേ സുനന്ദ അവിടെ ഉണ്ടല്ലോ, നീ ഇക്കാര്യമെല്ലാം സുനന്ദയോട് പോയി പറ. അങ്ങനെ അമ്മായി പെട്ടെന്ന് തന്നെ സുനന്ദയുടെ അടുത്തേക്ക് എത്തുകയാണ്. പിറുപിറുത്തോണ്ടാണ് നടക്കുന്നത്, അങ്ങനെ വേണം അവനക്ക്, നന്നായുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുനന്ദ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താ അമ്മേ ഇങ്ങനെ പറയുന്നത്, ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ മാമൻ്റെ കുടുംബത്തെ പറ്റി തന്നെയാണ് പറയുന്നത്, എന്താ പ്രശ്നമെന്ന് സുനന്ദ ചോദിക്കുകയാണ്. അതെ, നിന്റെ ആ സുഭാഷ് ഉണ്ടല്ലോ, അവനെ വലിയൊരു പ്രശ്നക്കാരനായിരുന്നു. പിന്നെ അവൻ്റെ താഴെയുള്ള ആ സുധീഷ് ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു. എന്നാൽ അവൻ്റെയും താഴെയുള്ള മറ്റൊരുത്തനുണ്ടല്ലോ ആ ഹരീഷ്, അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കാൻ അവൻ്റെ ചേട്ടനും അമ്മയ്ക്കും ഒക്കെ പറ്റുമോ? അത് ചോദിക്കാൻ ചെന്ന അവൻ്റെ ചേട്ടനെ അവർ 4 പേരും കൂടി അടിച്ചു. പെറ്റ അമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ കഴിയില്ലല്ലോ. അവർ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സുനന്ദയ്ക്ക് വളരെ സങ്കടം തോന്നുവാണ്. അയ്യോ, എൻ്റെ സുഭാഷ് ഏട്ടന് എന്തു പറ്റി, അവർക്കെല്ലാം എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ, നീ എങ്ങോട്ടേക്കാണ് പോണ്, നിൽക്കവിടെ എന്ന് പറയുകയാണ്. അമ്മേ ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ, പോലീസുകാർ വന്നു എന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, പോലീസുകാർ വന്നാൽ നിനക്കെന്താ, അവൻ നിന്റെ ആരുമല്ലല്ലോ, നിന്റെ വിവാഹം കഴിഞ്ഞു, അതിന് നിനക്ക് ബോധമുണ്ടായിരിക്കണം. നിന്റെ ഭർത്താവ് വരാനായി, നീ എങ്ങോട്ടേക്കും പോണ്ട എന്ന് പറയുവാണ്. അവർ വരാനായിട്ടുള്ള സമയമായിട്ടില്ല, വന്നാലും അവർക്കെന്നെ മനസ്സിലാവും, എന്നെ മനസ്സിലാവാത്തത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ അവിടെ നിന്നും ഇറങ്ങുവാണ്. എന്നാൽ അമ്മ പിറകെ വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പറയുന്നുണ്ട്, ഇല്ല നിന്നെ ഞാൻ വിടില്ല, നീ അങ്ങോട്ടേക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നാൽ സുനന്ദ, വേണ്ട അമ്മേ എന്നെ കൈ വിട് എന്ന് പറഞ്ഞുകൊണ്ട് കുതിരി മാറിക്കൊണ്ട് അവിടെ നിന്നും ഭാസ്കരൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഇതേ സമയം നീതുവിൻ്റെ അച്ഛൻ പോലീസുകാരോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ ആരോ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്, സാർ അവളെ പറയുന്നതൊന്നും വിശ്വസിക്കുന്നതെന്ന് പറയുകയാണ്. എന്നാൽ നീതു പറയുന്നുണ്ട്, സാറേ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാൻ പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയാണ്, സത്യമാണ് പറയുന്നത്, ഇവരോടൊരു ദേഷ്യക്കാരനാണ് ഇങ്ങനെയൊരു കംപ്ലൈൻറ്റ് ഇവർ തന്നത്, ഇത് ശരിയല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സുനന്ദ അങ്ങോട്ടേക്ക് വരുവാണ്. സുനന്ദ സ്വയം പോലീസുകാരെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാൻ ഇവരുടെ പെങ്ങളുടെ ഭാസ്കരൻ അമ്മാമൻ്റെ പെങ്ങളുടെ മകളാണ് സർ, ഇവരെല്ലാവരും നല്ലവരാണ്, ഞാൻ ചെറുപ്പത്തിലേ ഈ വീട്ടിലും ഈ വീട്ടുകാരെയും ഒക്കെ കാണാൻ തുടങ്ങിയതാണ്, അന്ന് തന്നെ ഞാൻ ഈ വീട്ടിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്നെ ഇവരാരും ശല്യം ചെയ്യേ സ്നേഹമില്ലാതെ പെരുമാറി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളൂ.